ഇനി 17ാമത്തെ അധ്യായം 4ാമത്തെ സ്കന്ധത്തിൽ അഥ സപ്തദശോധ്യായ മൈത്രേയ ഉവാച. മൈത്രേയ മുനി തുടർന്ന് കഥ വിദുരനോട് പറയുകയാണ്. മൈത്രേയ മുനി പറഞ്ഞു, വേന ശരീരത്തിൽ നിന്ന് ജനിച്ച സർവൈശ്വര്യ പരിപൂർണനായ പൃഥു മഹാരാജാവ് തന്റെ ഗുണങ്ങളെയും താൻ അനുഷ്ഠിക്കുവാൻ പോകുന്ന കർമ്മങ്ങളെയും കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിച്ചുകൊണ്ട് സ്തുതിച്ച സൂതന്മാരെയും മാഗധന്മാരെയും വന്ദികളെയും മധുരവചസ്സുകളാൽ അഭിനന്ദിക്കുകയും സത്കരിക്കുകയും ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. വേന ശരീരത്തിൽ നിന്ന് ജനിച്ച സർവൈശ്വര്യ പരിപൂർണനായ പൃഥു മഹാരാജ. ഇടയ്ക്കിടയ്ക്ക് പൃഥു മഹാരാജാവിനെ വേന ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചയാള്, ശ്രീഹരി സ്വേച്ഛയാൽ അവതരിച്ചയാള് എന്നൊക്കെ വ്യാസഭഗവാൻ വിശേഷിപ്പിക്കുന്നുണ്ട്. വേനൻ മഹാദുഷ്ടനായിരുന്നു. ദുഷ്ടത്തരം സഹിക്കാൻ വയ്യാതെ മഹർഷിമാരില്ലാതെയാക്കിയതാണ് അദ്ദേഹത്തെ. ആ ദുഷ്ടനായ ദുഷ്ടതയുടെ മൂർത്തിമത് രൂപമായ വേനലിൽ നിന്നാണ് ഈ സർവൈശ്വര്യ പരിപൂർണനായ പൃഥു മഹാരാജാവ് ഉദ്ഭവിച്ചത്. പൂർവിക പാരമ്പര്യം എന്തുമായിക്കൊള്ളട്ടെ, ഒരാൾക്ക് അതിനെ അതിജീവിച്ച് ശ്രേഷ്ഠനാകാൻ സാധിക്കും എന്നും കൂടി വ്യാസഭഗവാൻ ഇവിടെ ദ്യോതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേന ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചയാള് ദുഷ്ടനായിക്കൊള്ളണമെന്നില്ല. ആ ആൾക്ക് ശ്രീഹരിയുടെ അംശാവതാരമായി വിളങ്ങുവാൻ സാധിക്കും. നമ്മളിൽ എല്ലാവരിലും ഈ രണ്ടും ഉണ്ട്. ദുഷ്ടതയുമുണ്ട്, ശിഷ്ടതയുമുണ്ട്. ഇതിൽ ഏതിനെയാണോ നാം പരിപോഷിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മളായിത്തീരും. ദുഷ്ടതയെയാണ് നാം പരിപോഷിപ്പിക്കുന്നത് എങ്കിൽ നാം വേനനെ പോലെ ആയിത്തീരും. നേരെ മറിച്ച് ശിഷ്ടതയെയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ ശ്രീഹരിയുടെ അവതാരമായിത്തീരും. ഈ സാധ്യത എല്ലാവരിലും ഉണ്ട്. നമ്മുടെ പാരമ്പര്യം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പൂർവികർ ആരുമായിക്കൊള്ളട്ടെ, കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ ചെയ്തികൾ എന്തും ആയിക്കൊള്ളട്ടെ, ഇത് കേൾക്കുന്നതിന് മുമ്പ് വരെയുള്ള നമ്മുടെ പ്രവൃത്തികൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ശ്രേഷ്ഠതയിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളിലുള്ള ഈശ്വരാംശാവതാരത്തെ ഏതു സമയത്തും ഉണർത്തി അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള സാധ്യത നമ്മളിലുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് വ്യാസഭഗവാൻ ഇവിടെ. വേന ശരീരത്തിൽ നിന്ന് ജനിച്ച സർവൈശ്വര്യ പരിപൂർണനായ, സർവൈശ്വര്യ പരിപൂർണൻ ഈശ്വരനാണ്, സർവൈശ്വര്യ പരിപൂർണനായ പൃഥു മഹാരാജാവ് തന്റെ ഗുണങ്ങളെയും താൻ അനുഷ്ഠിക്കുവാൻ പോകുന്ന കർമ്മങ്ങളെയും കുറിച്ച് വിസ്തരിച്ചു പ്രതിപാദിച്ചുകൊണ്ട് സ്തുതിച്ച സൂതന്മാരെയും മാഗധന്മാരെയും മന്ദികളെയും യഥോചിതം സത്കരിച്ച് സമ്മാനിച്ചു. അപ്പം തന്റെ ഗുണഗണങ്ങളെ കണ്ടറിഞ്ഞ്, തന്റെ നല്ല ഗുണങ്ങളെ കണ്ടറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി അതിന് ഒത്ത പ്രവർത്തികൾ എടുക്കുവാൻ വേണ്ടി, അതിനൊത്ത പ്രവർത്തികളിൽ മുഴുകുവാൻ വേണ്ടി തന്നെ ഓർമ്മിപ്പിച്ചതാണ് ആ സ്തുതികളിലൂടെ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്നിലുള്ള ഗുണങ്ങളെയും അതിൻ്റെ പ്രാവർത്തിക രൂപത്തെയും മുൻകൂട്ടി കണ്ട് തിരിച്ചറിഞ്ഞ് സ്തുതിക്കുകയായിരുന്നു അവർ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാ സ്തുതികളും അതേപോലെ തന്നെ. സ്തുതികളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മപ്പെടുത്തലുകളാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാനെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഭഗവാൻ മുമ്പ് ചെയ്ത കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് അതേപോലെ ഇപ്പോഴും ചെയ്യണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇദ്ദേഹത്തിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്തുതിച്ചവർക്കൊക്കെ അദ്ദേഹം അഭിനന്ദനം ചൊരിഞ്ഞു. മധുരവചസ്സുകളാൽ അഭിനന്ദിക്കുകയും സത്കരിക്കുകയും ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരെയും
ഭൃത്യന്മാർ, അമാത്യന്മാർ, പുരോഹിതന്മാർ തുടങ്ങിയവരെയും നഗരവാസികളെയും ഗ്രാമീണരെയും വ്യാപാരി സമൂഹങ്ങളെയും മറ്റെല്ലാ പ്രജകളെയും സമുചിതമായ വിധത്തിൽ സത്കരിക്കുകയും യോഗ്യമായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ആരെയും അദ്ദേഹം അസ്പൃഷ്ടരാണ് എന്ന് കരുതി ഒഴിവാക്കിയില്ല. പക്ഷെ എല്ലാവരും ഒരർത്ഥത്തിൽ തുല്യമാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ തുല്യരല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ കണ്ടറിഞ്ഞ് ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ അവരെ സത്കരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവർക്ക് യോജിച്ച രീതിയിൽ അവരെ സത്കരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ ബഹുമാനിതരായിത്തീരും. ആ ബഹുമാനം അവരെ കൊണ്ട് വീണ്ടും അവരുടെ പ്രവർത്തികളിൽ ശ്രേഷ്ഠത നിലനിർത്താൻ പ്രേരിപ്പിക്കും. എല്ലാവരെയും, അത് അദ്ദേഹത്തിന്റെ രീതി ഓൾ ഇൻക്ലൂസീവ്, എല്ലാവരെയും അദ്ദേഹം സ്വീകരിച്ചു. ആരും മോശക്കാരാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. തന്റെ പ്രജകളെയെല്ലാം തന്റെ മക്കളെ പോലെ തന്നെ അദ്ദേഹം കരുതി. പക്ഷെ മക്കൾക്ക് വ്യത്യാസം ഉണ്ടാകും, പ്രായത്തിന് വ്യത്യാസം ഉണ്ടാകും, കഴിവിന് വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ അവരെ അദ്ദേഹം സത്കരിച്ചു. വിതുര ഉപവാച, വിതുരര് പറഞ്ഞപ്പോൾ വിതുരര് ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇഷ്ടമനുസരിച്ച് ഏതൊരു രൂപവും ധരിക്കാൻ കഴിവുള്ള ഭൂമിദേവി ഗോരൂപം ധരിക്കാൻ എന്താണ് കാരണം? ആ പശുവിനെ പൃഥു മഹാരാജാവ് കറന്നതായി പറഞ്ഞുവല്ലോ. അപ്പോൾ പശുക്കുട്ടിയുടെ സ്ഥാനത്ത് ആരായിരുന്നു? കറക്കുന്നതിനുള്ള പാത്രം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞു, മാഗധന്മാരും മന്ദികളും സൂതന്മാരും ഒക്കെ സ്തുതിച്ചപ്പോൾ പറഞ്ഞു ഭൂമിയെ പശുവായിട്ട് കറന്നു. വിതുരർക്ക് ജിജ്ഞാസയായി. ഭൂമി ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ സാധിക്കും ഭൂമി ദേവിക്ക്. ആ ഭൂമി ഗോരൂപം ധരിക്കാൻ എന്താണ് കാരണം? കറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പശുക്കിടാവ് വേണം. ആരായിരുന്നു പശുക്കിടാവ്? പാലെടുക്കണമെങ്കിൽ അതിനൊരു പാത്രം വേണം. എന്തായിരുന്നു പാത്രം? കറന്ന് കിട്ടിയതെല്ലാം എന്തായിരുന്നു? അദ്ദേഹം തുടരുകയാണ്, സ്വതേ ചിലയിടത്ത് ഉയർന്നും ചിലയിടത്ത് താണു കിടക്കുന്ന ഭൂമിയെ പൃഥു സമതലമാക്കിയത് എങ്ങനെ? ആ ചക്രവർത്തിയുടെ ആകാശത്തെ ദേവേന്ദ്രൻ എന്തു കാരണത്താലാണ് അപഹരിച്ചത്? ആ കഥ മുഴുവൻ വിസ്തരിച്ച് പറയുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ബ്രഹ്മജ്ഞനായ മഹർഷിയെ, ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനും ഭഗവാന്റെ തന്നെ അവതാരവുമായ സനത്കുമാരനിൽ നിന്ന് ബ്രഹ്മസാക്ഷാത്കാരത്തിനുതകുന്ന പരമജ്ഞാനം സിദ്ധിച്ച രാജർഷിയുടെ പിൽക്കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു? പൃഥുവിന്റെ രൂപത്തിൽ അവതരിച്ച് ഈ ഭൂമിയെ ദോഹനം ചെയ്തത് നിർമ്മല യശസ്വിയും സർവൈശ്വര്യ പരിപൂർണനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ? ഭഗവാന്റെ പൂർവദേഹമായ പൃഥു ചക്രവർത്തി അനുഷ്ഠിച്ച അത്ഭുത കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഭവാനിലും ഉത്തമ ശ്ലോകനായ ഭഗവാനിലും പരാനുരാഗത്തോടു കൂടിയ എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും. നേരത്തെ സൂചിപ്പിച്ചതൊക്കെ വിസ്തരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വധർമാനുസരണം ജീവിച്ച ഒരാൾക്ക് പരമമായ പദപ്രാപ്തി ലഭിക്കും. ഇപ്പം ഇദ്ദേഹം പൃഥു മഹാരാജാവ് സ്വധർമാചരണത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് സനത്കുമാരനെ ദർശിക്കുവാൻ സാധിച്ചത്. സനത്കുമാര മഹർഷിയിൽ നിന്ന് അദ്ദേഹത്തിന് പരമമായ പദത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഉപദേശം കിട്ടി. സ്വധർമാചരണത്തിലൂടെ മുന്നോട്ടു പോകുന്നവരുടെ ജീവിതത്തിൽ പരമമായ പദപ്രാപ്തിക്ക് അനിവാര്യമായിട്ടുള്ള സാഹചര്യം താനേ ഉണ്ടായിക്കൊള്ളും എന്നാണ് വ്യാസഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മളിത് പല പ്രാവശ്യം കേട്ടു. സ്വധർമാചരണത്തിലൂടെയാണ് നമുക്ക് പരമമായ പദപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായും സാധനയാണ്. ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് ചെയ്യേണ്ടതല്ല സാധന. ജീവിതം തന്നെ സാധനയാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ വീണ്ടും 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 നയിക്കുകയാണ്. ആ ജീവിതം
എങ്ങനെ സ്വധർമാചരണത്തിലൂടെ കൊണ്ടുപോയാൽ അവിടെ എത്തും എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് പൃഥു മഹാരാജ. അത് മാത്രമല്ല, ഈ പൃഥു മഹാരാജാവ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമാണ്. അപ്പം പൃഥു മഹാരാജാവിന്റെ കഥ കേൾക്കുന്നതിലൂടെ നാം വാസ്തവത്തിൽ കേൾക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കഥകളാണ്. ആ കഥകൾ വിസ്തരിച്ച് ഭവാനിലും ഭഗവാനിലും പരാനുരാഗത്തോടു കൂടിയ എന്നോട് വിതുരരോട് പറഞ്ഞാലും എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു തരുന്നയാളോട് ഭഗവാനോടുള്ള അതേ ബഹുമാനവും ആദരവും ഉണ്ടാകണം. മൈത്രേയ മുനിയോട് ഭഗവാനോട് എത്ര കണ്ട് ആദരവും പരാനുരാഗവും ഉണ്ടോ, പരമമായ അനുരാഗവും ഉണ്ടോ, അത്ര തന്നെ പരമമായ അനുരാഗവും ബഹുമാനവും മൈത്രേയ മുനിയോടുമുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന ആളോടും കേൾപ്പിക്കുന്നതിനോടും പരമമായ ആദരവോട് കൂടിയ ആളായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. വിതുരരോ മൈത്രേയ മുനിയെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരാളാണ്, എന്നോടത് പറഞ്ഞു തരണേ. സൂത ഉവാച. സൂതൻ ഈ കഥ നൈമിശാരണ്യത്തിൽ വെച്ചാണ് ഈ കഥ പറയുന്നത്. സൂതൻ തുടർന്ന് പറയുകയാണ്. സൂത ഉവാച. സൂതൻ പറഞ്ഞു, ഭഗവാൻ ശ്രീ വാസുദേവന്റെ അംശാവതാരമായ പൃഥു മഹാരാജാവിന്റെ കഥ വിസ്തരിച്ച് കേൾപ്പിക്കണമെന്ന് വിതുരർ അപേക്ഷിച്ചപ്പോൾ ഉത്തമ ഭക്തനായ മൈത്രേയ മുനിയുടെ മനം തെളിഞ്ഞു. മധുരോദാരമായ വാക്കുകളിൽ വിതുരരെ പ്രശംസിച്ച ശേഷം അദ്ദേഹം പറയാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ മൈത്രേയ മുനിക്ക് നീരസമല്ല ഉണ്ടായത്, അദ്ദേഹത്തിന് സന്തോഷമുണ്ടായത്. അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ആദരവോടുകൂടി ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ആരോടാണോ ചോദിച്ചത് ആ ആളിൽ സന്തോഷത്തെയാണ് ജനിപ്പിക്കുക. സന്തോഷത്തോടു കൂടിയാണ് ഉത്തരം പറയുന്നത്, സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഉത്തരം പറയുന്നത്. പൃഥു മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഉത്തരം പറയുന്നത്. ജിജ്ഞാസയോടുകൂടി അറിയുവാൻ ശ്രമിച്ച തന്നോടും ആദരവുള്ള വിതുരരോട് സന്തോഷത്തോടുകൂടി മധുരോദാരമായ നല്ല വാക്കുകളിലൂടെ മറുപടി പറയുകയാണ് മൈത്രേയ മുനി. മൈത്രേയ ഉവാച. മൈത്രേയ മുനി പറഞ്ഞു, മറുപടി പറഞ്ഞു, ആദരണീയനായ വിതുര. ഈ റിസ്പെക്ട്, ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും. ഗുരുവിനോട് എത്ര കണ്ട് റിസ്പെക്ട് ശിഷ്യനുണ്ടോ അത്ര കണ്ട് റിസ്പെക്ട് ശിഷ്യനോടും ഗുരുവിനുണ്ടാകും. ശിഷ്യനെ അടിമയായിട്ട് കാണുന്നതല്ല ഗുരു ശിഷ്യ സമ്പ്രദായം. ശിഷ്യന് ഗുരുവിനോട് പരമമായ അനുരാഗവും ആദരവും ഉണ്ടാകണം. അതേപോലെ തന്നെ ശിഷ്യനോട് ഗുരുവിന് വാത്സല്യവും സ്നേഹവും ഉണ്ടാകണം, ബഹുമാനവും ഉണ്ടാകണം. ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടു മനസ്സിലാക്കിയ എൻ്റെ അത്ര തന്നെ ബുദ്ധിപൂർവത ഉണ്ടാവണ്ടേ? ഇത് ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് കേട്ടപ്പോൾ മനസ്സിലായി എനിക്ക്. എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എനിക്കുള്ള അത്ര തന്നെ ബുദ്ധി സൂക്ഷ്മത, ശ്രദ്ധ നിങ്ങൾക്കും ഉണ്ടാകണ്ടേ? അപ്പോൾ ബുദ്ധി സൂക്ഷ്മതയും ബുദ്ധിപൂർവതയും ശ്രദ്ധയുമുള്ള നിങ്ങളെ ബഹുമാനിക്കേണ്ടേ? അപ്പൊ ഗുരുവും ശിഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാകണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാകണം. അല്ലാതെ ഇത് ഒരു കൂട്ടരെ വേറൊരു കൂട്ടരെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായമല്ല. ഇപ്പൊ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പക്ഷെ നമ്മുടെ പൂർവികന്മാർ ബാധ്യസ്ഥരല്ല. ഇവിടെ എടുത്തു പറയുകയാണ്, ആദരണീയനായ വിതുര. ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ചോദ്യം ചോദിച്ചില്ലേ? ശ്രദ്ധയോടും ആദരവോടും കൂടിയാണല്ലോ ചോദിച്ചേ. അപ്പോൾ എനിക്ക് മനസ്സിലായതുപോലെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ശ്രേഷ്ഠനാണ്, ആദരണീയനും ആണ്. ആദരണീയനായ വിതുര, വിപ്രശ്രേഷ്ഠർ പൃഥുവിനെ രാജാവായി അഭിഷേകം ചെയ്യുകയും അങ്ങാണ്
പ്രജാപാലകനായ രാജാവ് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്ത കാലത്ത് ഭൂവാസികളായ ജനങ്ങളുടെ സ്ഥിതി ഒട്ടേറെ ദയനീയമായിരുന്നു. നാടെങ്ങും ക്ഷാമത്തിന്റെ പിടിയിലമർന്ന് ആഹാര പദാർത്ഥങ്ങളില്ലാതെ വിശന്നു പൊരിഞ്ഞ ജനങ്ങൾ മെലിഞ്ഞു ഉണങ്ങി കാണപ്പെട്ടു. തങ്ങളുടെ രക്ഷകനായി ഒരു രാജാവിനെ നിശ്ചയിച്ചതായി അറിഞ്ഞ പ്രജകൾ കൂട്ടം കൂട്ടമായി രാജസന്നിധിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. വേന മഹാരാജാവ് പോയി. നാട്ടിൽ മുഴുവൻ അരാജകത്വമുണ്ടായി. വേണ്ടത്ര ഭക്ഷിക്കാനൊന്നുമില്ല. ജനങ്ങളെല്ലാം വിശന്ന് വലഞ്ഞ് ആഹാരം കിട്ടാതെ മെലിഞ്ഞ് ഒട്ടി ഉണങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തെ രാജാവായിട്ട് മുനിമാര് വിപ്രശ്രേഷ്ഠര് അഭിഷേകം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, അങ്ങാണ് ഇനി പ്രജാപാലകനായ രാജാവ്, പ്രജകളെ പാലിക്കുന്ന ആള്. ഇത് നാട്ടിൽ മുഴുവൻ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അപ്പൊ അറിഞ്ഞവര് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മഹാരാജാവേ, മരത്തിനകത്തുള്ള പൊത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയാൽ തപിക്കപ്പെടുന്ന മരത്തിന്റെ സ്ഥിതിയാണ് ഞങ്ങളുടെ. ഒറ്റ ഉദാഹരണത്തിലൂടെ അവരുടെ അവസ്ഥ അവര് കൺവേ ചെയ്യുകയാണ്. മരത്തിനകത്തുള്ള പൊത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിയാൽ തപിക്കപ്പെടുന്ന മരത്തിന്റെ സ്ഥിതിയാണ് ഞങ്ങളുടേത്. ഉള്ള് ചുട്ട് നീറുകയാണ്. ശരീരം മാത്രമല്ല, ആകമാനം നീറുകയാണ്. എന്താ കാരണം? ഉദരാന്തർഭാഗത്തുള്ള ജഠരാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മരത്തിനകത്തെ പൊത്തില് തീ കത്തുമ്പോഴുള്ള അവസ്ഥയാണ് ഞങ്ങളുടേത്. എന്താ കാരണം? ഞങ്ങളുടെ വയറ്റിലുള്ള വിശപ്പാകുന്ന അഗ്നി, ഉദരാന്തർഭാഗത്തുള്ള ജഠരാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അഗ്നി അണയ്ക്കുവാൻ വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാത്തതിനാൽ ഞങ്ങളെല്ലാം അത്യന്തം സന്തപ്തരാകുന്നു. ആ അഗ്നിയെ ശമിപ്പിക്കുവാൻ വേണ്ടുന്നതൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ആ വിശപ്പാകുന്ന അഗ്നിയുടെ തീച്ചൂളയിൽപ്പെട്ട് ഞങ്ങൾ എന്തുരുകുകയാണ്. കൊടുക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ നേടിത്തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും ഞങ്ങളെ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും യോഗ്യനായ അങ്ങേ ഞങ്ങളുടെ രാജാവായി മുനിവര്യന്മാർ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങൾ വിശന്ന് വലയുകയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ നേടിത്തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും ഞങ്ങളെ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും യോഗ്യനായ അങ്ങേ ഞങ്ങളുടെ രാജാവായി മുനിവര്യന്മാർ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മുനിവര്യന്മാർ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ അങ്ങേ. എന്താണ് അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? പ്രജാപരിപാലനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിനെയും ആരോഗ്യത്തെയും പരിപാലിക്കണം. അത് മാത്രമല്ല, ഞങ്ങളുടെ സ്വത്തും പരിപാലിക്കണം. അപ്പം ഞങ്ങൾക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നും തരണ്ട, ഫ്രീ ആയിട്ടൊന്നും തരാൻ പറഞ്ഞിട്ടില്ല. വെറുതെ കുറെ പണം ഞങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുത്താൽ ആ നാട് നന്നാവുകയില്ല. നേരെ മറിച്ചിട്ട് അവര് പറയണത് ഞങ്ങൾക്ക് ഉപജീവനത്തിനുള്ള വസ്തുക്കൾ നേടിത്തന്നാൽ മതി, ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾ പ്രയത്നിച്ച് ജീവിച്ചോളാം, ഞങ്ങൾക്ക് വേറെ ഔദാര്യമൊന്നും ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഉപജീവനത്തിനുള്ള വസ്തുവകകൾ അങ്ങ് ഉണ്ടാക്കി തരണം, ഞങ്ങൾ പ്രയത്നിച്ച് ജീവിച്ചോളാം. അത് മാത്രമല്ല, ഞങ്ങളെ ദുഷ്ടന്മാരിൽ നിന്ന് സംരക്ഷിക്കുകയും വേണം. ഞങ്ങൾ കർത്തവ്യനിരതരായിരിക്കുമ്പോൾ ഞങ്ങളുടേതെന്ന് ഞങ്ങൾ കരുതുന്നത് അടിച്ചു മാറ്റുവാൻ വരുന്നവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം. ഇതാണ് ഒരു രാജാവ് ചെയ്യേണ്ടത്, ഇതാണ് ഒരു സർക്കാരും ചെയ്യേണ്ടത്. അവിടുത്തെ പ്രജകൾക്ക് ഉപജീവനത്തിനുള്ള വഴി കണ്ടുപിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരുപാട് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇട്ട് തന്ന് നമ്മളെ മടിയന്മാരാക്കി മാറ്റുകയല്ല വേണ്ടത്. എത്ര കാലം അങ്ങനെ നമുക്ക് പണം തരാൻ ഈ സർക്കാരുകൾക്ക് കഴിയും? അധികം കാലം കഴിയില്ല. നേരെ മറിച്ച് നമുക്കൊരു ഉപജീവന മാർഗം തന്നാൽ കാലാകാലങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം ഉപജീവനത്തിനുള്ള വഴിയാണ് രാജാവ് തരേണ്ടത്
വിശക്കുന്നതിന് ആഹാരം തന്നാൽ അപ്പോഴത്തെ വിശപ്പ് മാറും, പിന്നെയും വിശക്കും. അപ്പോൾ സ്വാർജിതമായിട്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ട് ആർജിതമായിട്ട് അതിനെ വിശപ്പടക്കുവാനുള്ള വഴിയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപജീവന വസ്തുക്കൾ നേടിത്തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും, ഉപജീവന വസ്തുക്കൾ നേടിത്തരുമ്പം ഞങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകും, ഞങ്ങളെ ദുഷ്ടന്മാരിൽ നിന്നും സംരക്ഷിക്കുന്നതിനും യോഗ്യനായ അങ്ങയെ ഞങ്ങളുടെ രാജാവായി മുനിവര്യന്മാർ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ശരണ്യനായ അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. ശരണ്യനാണ്, ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നയാളാണ്. വിപ്രശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ വൃഥാവിലാവില്ല. അതുകൊണ്ട് ഞങ്ങളിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു.